12 വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ശേഷമുണ്ടായ ഏക മകൻ. അതായിരുന്നു അജീബിനും ഭാര്യ സലീനയ്ക്കും പൊന്നുമോൻ അജ്സൽ. ആ കുടുംബത്തിലെ തന്നെ വിളക്കായിരുന്നു ആ 14 വയസ്സുകാരൻ. അവനു വേണ്ടിയായിരുന്നു അജീബും സലീനയും ഇക്കാലം അത്രയും ജീവിച്ചതും സ്വപ്നം കണ്ടതുമെല്ലാം. എന്നാൽ ബുധനാഴ്ച അച്ഛൻ കോവിലാറ്റിലെത്തിയ ആ കുഞ്ഞിനെ വിധി ജീവിതത്തിൽ നിന്നും തിരിച്ചെടുത്തപ്പോൾ നിലവിളിച്ചു കരയാൻ മാത്രമേ ആ പാവം മാതാപിതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ. ഇക്കഴിഞ്ഞ 14 വർഷങ്ങൾ അവനെ ഓമനിച്ചും കൊഞ്ചിച്ചും വളർത്തിയ അജീബിനും സലീനയ്ക്കും സഹിക്കാൻ കഴിയാത്ത വാർത്തയായിരുന്നു അത്. തങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചെന്ന സത്യം ഉൾക്കൊള്ളുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അവർക്ക്. പ്രിയപ്പെട്ടവർക്കാർക്കും അവരെ സമാധാനിപ്പിക്കുവാനും കഴിയുന്നില്ല. പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അജ്സൽ. അവനും അവന്റെ കൂട്ടുകാർക്കുമെല്ലാം ഓണപരീക്ഷയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി. ബുധനാഴ്ചയായിരുന്നു പരീക്ഷകളെല്ലാം അവസാനിച്ച് സ്കൂൾ പൂട്ടിയത്. അതിന്റെ സന്തോഷത്തിന് ഒപ്പമുള്ള 8 കൂട്ടുകാരെയും കൂട്ടി അച്ഛൻ കോവിലാറ്റിലെ കല്ലറ കടവിലെത്തുകയായിരുന്നു അജ്സൽ. തടയണയ്ക്ക് മുകളിൽ കയറി നിൽക്കുമ്പോൾ കാൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു അജ്സൽ. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അജ്സൽ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് രക്ഷിക്കാൻ സുഹൃത്തായ നബീലും ഒപ്പം ചാടി. അങ്ങനെ നബീലും ഒഴുക്കിൽപ്പെട്ടു.